നമ്മൾ ബംഗാളിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. കാരണം അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലിയ തോതിൽ റെയ്ഡ് നടത്തിയപ്പോൾ ആ റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിൽ ബംഗാളിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെന്ന് രേഖകൾ എടുത്തുകൊണ്ട് പോവുകയും ഇഡിക്കത് കൊടുക്കാതിരിക്കുകയും ചെയ്തു. ആരുടെ അടുത്ത് എന്നുള്ളതാണ് ഇത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്ന്, മമതാ ബാനർജിയുടെ ഇലക്ഷൻ കൺസൾട്ടൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബംഗാളിലെ കനുഗോലു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസും വീടും ഒക്കെ റെയ്ഡ് ചെയ്യുന്ന സമയത്താണ് ഒരു വശത്ത് റെയ്ഡ് ചെയ്യാൻ അവിടെയൊക്കെ നടക്കുന്നു. മുഖ്യമന്ത്രി പെട്ടെന്ന് വരുന്നു, അവിടുന്ന് രേഖകളൊക്കെ എടുത്തുകൊണ്ട് പോകും. എന്തായിരിക്കാം ഇതിൻ്റെ പിന്നിൽ അവരെ പ്രചോദിപ്പിച്ച കാര്യം? ഇത് ശരിക്കും ഇതൊരു ഹവാല കേസുമായി ബന്ധപ്പെട്ടതാണ്. 2020 മുതൽ ED അന്വേഷിക്കുന്ന ഒരു ഹവാല കേസാണ്. കള്ളപ്പണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ആ കള്ളപ്പണ കേസ് അന്വേഷിച്ച് കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ഇവരുടെ ഈ കനകോലു ഉണ്ടല്ലോ, മമതാ ബാനർജിയുടെ, അയാൾക്ക് അതിൻ്റെ വിഹിതം കിട്ടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അത് സംബന്ധിച്ച റെയ്ഡാണ്. അതിൽ കുറേ ഭാഗം മമതയ്ക്കും ചെന്ന് ചേർന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. അപ്പോൾ മമതയുടെ ബെനാമിയായ അയാള് തൃണമൂൽ കോൺഗ്രസിന്റെ IT ചീഫുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് റെയ്ഡ് നടക്കുമ്പോഴാണ് ഇവർ ഇടപെട്ടത്. കാരണം ഇവരുടെ ഒരു നിക്ഷിപ്ത താല്പര്യം കൂടി ഉള്ളത് കൊണ്ടാണല്ലോ ഇവര് അയാളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അവിടെയും പോയി, ഇയാളുടെ ഓഫീസിൽ റെയ്ഡ് നടക്കുമ്പോൾ അവിടെയും പോയി രേഖകൾ എടുത്തുകൊണ്ട് പോകുന്നത്. അവരെ സംബന്ധിച്ച് അവര് പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിവരമുള്ള ഹാർഡ് ഡിസ്ക് ഒക്കെയാണ്, ഫയലും ഒക്കെയാണ് ഞാൻ എടുത്തുകൊണ്ട് പോയതെന്നാണ് ഇവര് ഈ വളച്ചൊടിക്കുന്നത്. ദുർവ്യാഖ്യാനമാണത്. കാരണം ഇതിൻ്റെ അകത്തൊരു ഹവാല പ്രശ്നമുണ്ട്. ഇതിൻ്റെ FIRലുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് ആരാണ് ഈ അവിടുത്തെ കനകോലു എന്നുള്ളത് നമ്മൾ പറയണമല്ലോ. IPAC എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ മമതയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ കമ്പനിയുടെ പേര് IPAC എന്നാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അവര് കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അയാളുടെ ഈ കൺസൾട്ടന്റിന്റെ പേര്, അവിടുത്തെ കനകോലുവിന്റെ പേര് പ്രതീക് ജെയിൻ എന്നാണ്. അയാളുടെ ഓഫീസിലും വീട്ടിലുമാണ് ഇന്നലെ ED റെയ്ഡ് നടന്നത്. സോൾട്ട് ലേക്കില് ഓഫീസ്, ലൗഡൻ സ്ട്രീറ്റില് വസതി. മുമ്പ് ഈ ലൗഡൻ സ്ട്രീറ്റ് ഭാഗത്ത് തന്നെയാണ് മുമ്പൊരിക്കൽ റെയ്ഡ് നടക്കുമ്പോൾ ഈ ധർണയൊക്കെ നടത്തിയില്ലേ മമതാ ബാനർജി. അതേ മേഖലയിലാണ്. ആ മേഖല വിട്ടൊരു കളി മമതാ ബാനർജിക്ക് ഇല്ല. അപ്പോൾ ഈ 8 ലൊക്കേഷനുകളിൽ ഈ 2 സ്ഥലം അല്ലാതെ ഡൽഹിയിലും കൽക്കട്ടയിലുമായിട്ട്, കൊൽക്കത്ത ആയിട്ട് വേറെ 8 സ്ഥലങ്ങളിലും റെയ്ഡ് നടന്നുണ്ട്. ഇയാളുടെ ബന്ധപ്പെട്ട ഓഫീസുകൾ. ED റെയ്ഡ് നടത്തുമ്പോൾ അർദ്ധ സൈനിക വിഭാഗം EDയുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അത് വേണമല്ലോ. എപ്പോഴും അവിടെ റെയ്ഡ് നടത്തുമ്പോൾ TMCയുടെ ഗുണ്ടകളോ മമതയോ ഒക്കെ എപ്പോഴും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ പട്ടാളത്തിനെയും കൂടെ കൊണ്ടുപോയിട്ട് വേണം റെയ്ഡ് നടത്താൻ. കാരണം അവിടുത്തെ പോലീസ് മമതയുടെ കൂടെയാണ്. മമത പറയുന്ന പോലെ പോലീസും ഉണ്ടായിരുന്നു. ഇവർ ഈ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഇവരെ സഹായിക്കാനായിട്ട് പോലീസും ഉണ്ടായിരുന്നു. പല സമയത്തും പോലീസുകാർ EDക്കാർക്ക് അവിടെ ഇടി കൊടുക്കാറുമുണ്ട് കൊൽക്കത്തയിൽ. അങ്ങനെയാണ്. അപ്പോൾ പുലർച്ചെ 7 മുതലാണ് ഇന്നലെ അവിടെ റെയ്ഡ് നടന്നത്. അപ്പോൾ അവിടെ ഈ എൻജിനീയർ ആണ് ഇയാൾ. ശരിക്കും എൻജിനീയർ ആയ ശേഷം രാഷ്ട്രീയ കൺസൾട്ടന്റ് ആയി മാറിയ ആളാണ്. 10 കൊല്ലം മുമ്പ് 2015 ആണ് ഇയാൾ ഈ എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ ഇയാളുടെ കൂടെ ഈ IPAC എന്ന് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി തുടങ്ങുമ്പോൾ കൂടെ വിനേഷ് ചന്ദേൽ എന്ന് പറഞ്ഞൊരാളും ഋഷിരാജ് സിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളും, നമ്മുടെ അല്ല ആ പേരുള്ള വേറൊരാള്, അങ്ങനെ 2 പേര് കൂടി ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇയാള് IIT മുംബൈ, പ്രസ്റ്റീജിയസ് സ്ഥാപനമാണല്ലോ. ബുദ്ധിയും വിവരമുള്ളവർക്കല്ലേ IITയിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന. അപ്പൊ മുംബൈ IITയുടെ പ്രോഡക്റ്റാണ് ഇയാള്. അത് അവിടെ നിന്നും പാസ്സായ ശേഷം ഇയാള് ഈ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, അതിലാണ് അയാളുടെ ബിരുദം. പിന്നെ മെറ്റീരിയൽ സയൻസ്
അതിലൊക്കെയാണ് ബിരുദം. അത് കഴിഞ്ഞ് ഇയാൾ ആക്സിസ്, അത് പഠിക്കുന്ന കാലത്ത് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ ഇന്റേൺ ആയിരുന്നു. 2022 ഇയാൾ ഡിലോയിറ്റിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിറ്റിസൺസ് ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കുന്നത്. ഈ രാഷ്ട്രീയ കൺസൾട്ടന്റുകൾ ഉണ്ടല്ലോ, ഈ കനകോലു ആയിക്കോട്ടെ, പ്രശാന്ത് കിഷോർ ആയിക്കോട്ടെ. 2014 പ്രശാന്ത് കിഷോർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ കൺസൾട്ടന്റ് ആയിട്ടാണ് തുടങ്ങുന്നത്, വിദേശത്ത് നിന്ന് വന്നിട്ട്. അങ്ങനെ അവർ കൺസൾട്ടൻസി തുടങ്ങുമ്പോൾ ആദ്യം അവരിങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കും. അതുപോലത്തെ ഒരു സംഘടനയാണ് ഈ സിറ്റിസൺസ് ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്ന് പറഞ്ഞ് ഇയാൾ ഉണ്ടാക്കി തൃണമൂലിന് വേണ്ടി. അപ്പോൾ ആ സംഘടനയാണ് പിന്നീട് ഈ ഐപാക് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി ഫേമായിട്ട് മാറുന്നത്. അതിൻ്റെ കൂടെ ഇയാൾ തൃണമൂലിൻ്റെ IT സെൽ ചീഫും ആണ്. ഇതിൻ്റെ അകത്ത് ഇനി ആ ഹവാല പ്രശ്നത്തിലേക്ക് വന്നാൽ അത് ഒരു കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് PMLA കേസൊക്കെയാണ്. അതിൽ FIR 2020 രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ പശ്ചിമ ബർധമാൻ ജില്ല ബംഗാളിലെ അവിടെ അനധികൃതമായിട്ട് കൽക്കരി ഖനനം നടത്തുന്നു. ലൈസൻസും ഒന്നുമില്ലാതെ കൽക്കരി ഖനനം. അതായത് ഈ കൽക്കരി പാടങ്ങൾ ലേലം ചെയ്ത് കൊടുക്കുമല്ലോ, ബ്ലോക്കുകളായിട്ട് ലേലം ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ പശ്ചിമ ബർധമാൻ ജില്ലയിൽ ഈ കോൾ ബ്ലോക്കുകൾ ലേലത്തിൽ പിടിച്ചിരുന്നത് ഈസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരുടെ പാട്ടത്തിന് കിട്ടിയ മേഖലയിലാണ് ചില ആളുകൾ അനധികൃത കൽക്കരി ഖനനം നടത്തി കൽക്കരി കൊള്ള ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ റെയിൽവേയിലും CISF-ലും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ആ 2 വിഭാഗങ്ങളിലെയും ജീവനക്കാരും ഇതിൻ്റെ ഭാഗമായിരുന്നു. റെയിൽവേയിലെയും CISF-ലെയും ഒത്താശ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കൽക്കരി അനധികൃതമായിട്ട് ഖനനം ചെയ്തിട്ട് ബങ്കുര, ബർധമാൻ, പുരുലിയ തുടങ്ങിയ ജില്ലകളിലും മറ്റ് ജില്ലകളിലും ഒക്കെ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുക. പ്രധാനമായിട്ടും ശാകംബരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ഈ അനധികൃത ഖനനം ചെയ്ത കൽക്കരി വിറ്റുകൊണ്ടിരുന്നത്. 2742 കോടി രൂപയുടെ കൽക്കരി കുംഭകോണമാണിത്. ചെറിയ പരിപാടിയല്ല. ഇത്തരം കോടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ മമത ഇടപെടുന്നു. അപ്പോൾ ഇതിന്റെ മൊത്തം ഈ കൽക്കരി കുംഭകോണത്തിന്റെ സൂത്രധാരൻ അനൂപ് മാജി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾക്കെതിരെ 16 കേസുകളിൽ FIR ഉണ്ട്. അനൂപ് മാജിക്കെതിരെ 2000 മുതൽ 2015 വരെ ഉള്ള കേസുകളിൽ FIR ആണ്. കുറ്റപത്രവും കൊടുത്തിട്ടുണ്ട്. 2020 CBI രംഗത്തെത്തി ഇത് അന്വേഷിക്കാൻ. അപ്പോൾ അന്വേഷിച്ചു വരുമ്പോൾ അതിൽ 89 കോടി രൂപ, 58 കോടി രൂപയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ചില ആളുകൾക്ക് വിഹിതമായിട്ട് ക്രൈം പ്രൊസീഡ്സ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അതില് ഒരു ഹവാലക്കാരൻ, ഒരു ഹവാല ഏജന്റ് ഈ ഐപാക് എന്ന് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി കമ്പനി ഉണ്ടല്ലോ, തൃണമൂൽ, അവർക്ക് ഒരുപാട് കോടികൾ കൊടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ കോടികൾ സാധാരണഗതിയിൽ മമതാ ബാനർജി നേരിട്ട് കയ്യിലല്ലല്ലോ മേടിക്കുക, അല്ലേ? വേറൊരാൾ വഴിയല്ലേ മേടിക്കുക. അപ്പൊ അവർക്കൊരു കൺസൾട്ടൻസി സ്ഥാപനം അവരുടേതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ കൺസൾട്ടൻസി സ്ഥാപനം കൽക്കരി കുംഭകോണത്തിലെ ഹവാല പണം, കോഴ, അവര് ആ സ്ഥാപനത്തിന് കിട്ടുന്നു. അങ്ങനെ ഈ കൽക്കരി കുംഭകോണത്തിന്റെ അന്വേഷണം ഈ ഐപാക് എന്ന് പറഞ്ഞ TMCയുടെ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി സ്ഥാപനത്തിൽ എത്തിയപ്പോഴാണ് ഈ EDയുടെ റെയ്ഡുകൾ നടന്നത്. അതിൻ്റെ രേഖകൾ, പ്രധാനമായിട്ടും ഒരു പച്ച ഫയൽ ഇവരെടുത്തുകൊണ്ട് പോയതായിട്ട് കാണാം നമുക്ക് ദൃശ്യങ്ങളിലുമൊക്കെ. ഹാർഡ് ഡിസ്കും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇവര്. 20-25 മിനിറ്റ് മമതാ ബാനർജി ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഫയലും രേഖകളും ഒക്കെ എടുത്തുകൊണ്ട് പോയി.
അത് കഴിഞ്ഞ് എന്നിട്ട് അവർ പറയാണ് ഇനി ഇങ്ങനെ ഇത് തെരഞ്ഞെടുപ്പ് അതിക്രമമാണ്, ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത BJPക്ക് ഇവിടെ സീറ്റ് തെരഞ്ഞെടുപ്പിൽ 0 എന്നിട്ട് അവർ മോദിയോട് പറയാം, മമത നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ അമിത്ഷായെ നിയന്ത്രിക്കൂ, അയാളെ ഇങ്ങനെ കയറൂരി വിടരുത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിവരമുള്ള ഹാർഡ് ഡിസ്കും രേഖകളുമാണ് ഞാൻ എടുത്തു കൊണ്ടുപോകുന്നിരിക്കുന്നത് എന്നാണ് ഇവര് ഇന്നലെ പറഞ്ഞത്. ഈ വിവരങ്ങളൊന്നും വിശദമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ പുറത്തെത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം കൃത്യമായി എന്താണ് അവിടെ നടന്നത് എന്ന് BJP വിരുദ്ധ മുന്നണിയിലുള്ളതാണല്ലോ മമത, അപ്പൊ അതുകൊണ്ട് പറയില്ല, ഇന്ത്യ മുന്നണിയാണല്ലോ. അല്ല, ഈ BJPക്കാരുടെയും മാധ്യമങ്ങളുണ്ടല്ലേ, ഇവന്മാരൊന്നും പറയുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. വെറുതെ ഒരു ന്യൂസ്, അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു അന്വേഷണം പോകുന്നില്ല. ഈ ഖനനവുമായി ബന്ധപ്പെടാനായിട്ട് മറ്റു പല സാധ്യതകളും ഈ കൺസൾട്ടൻസിക്കുണ്ട്. കാരണം അയാൾ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലാണല്ലോ ബിരുദം നേടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധ്യതകളെ കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അന്വേഷണം ശരിയായിട്ടുള്ള മാത്രമല്ല, ആ അനധികൃത ഖനനങ്ങൾക്ക് അത്തരം മേഖലകളിലൊക്കെ ഇവരുടെ സംരക്ഷണ കവചവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അങ്ങനെ സംരക്ഷണ കവചം, കാരണം 2742 കോടി രൂപയാണ്. അതെ, അപ്പൊ അങ്ങനെ സംരക്ഷണ കവചം നൽകുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് പ്രതിഫലം വേണമല്ലോ. ആ പ്രതിഫലം ഇയാൾ വഴി അവരിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ രേഖകളാണ് സമ്പൂർണ്ണമായിട്ട് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എടുത്തുകൊണ്ട്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.